ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു കൂട്ടം അംഗപരിമിതരായ മനുഷ്യരുടെ കഥയാണ്. ആലപ്പുഴ ചേർത്തലയിലെ കരുതൽ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് ഇരുൾമൂടിയ ജീവിതത്തിന് സ്വയം വെളിച്ചം പകരുകയാണ് അവർ. തളർത്താൻ നോക്കിയ വിധിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ ആ മനുഷ്യരെ ഒന്ന് കണ്ടുവരാം. ഏറ്റവും പോസിറ്റീവായ ചില കാഴ്ചകളിലേക്കാണ് ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല അയ്യപ്പഞ്ചേരി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ അംഗപരിമിതരായ 5 വ്യക്തികൾ ചേർന്ന് ഒരുക്കിയ ഒരു കൃഷി. അവരെങ്ങനെയാണ് അവരുടെ പരിമിതികളെ മറികടന്ന് ജീവിതത്തിൽ വിജയത്തിലേക്കും ഒപ്പം തന്നെ സ്വന്തമായ ഒരു സന്തോഷത്തിലേക്കും പോകുന്നത് എന്നാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. തോട്ടത്തിൽ കൃഷിയിൽ സ്കൂട്ടർ പോയിട്ട് പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ പരിമിതികളെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കരുതൽ കൃഷിക്കൂട്ടത്തിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ വിളവെടുപ്പ്, പയറിൻ്റെ വിളവെടുപ്പ് അത് പാകമായോ നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി വന്നത്. ഇപ്പോൾ വണ്ടി വരാത്ത സമയം വണ്ടി പോകുന്ന സ്ഥലത്ത് ഞാൻ വീൽ ചെയറിലാണ് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഈ കൃഷി പയറും മറ്റുള്ള വെണ്ടയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് വീൽച്ചയിലൂടെയാണ്. ഈ 5 പേരിൽ കൃഷി ചെയ്യുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗീത ചേച്ചി ഉണ്ട്. ഗീത ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇതിനൊക്കെ അതിജീവിച്ച് പോകുന്ന കാണുമ്പോൾ. എന്തെടുക്കോ? ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ സ്റ്റാഫാണ്. ജോലിയും ഇതും എല്ലാം കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകും. ഈ പയറുണ്ടല്ലോ, ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെ ആളുകൾ, അതിനനുസരിച്ച് നിങ്ങളെ ഒരു പിന്തുണയുണ്ടല്ലേ ആളുകൾക്ക്? എല്ലാരും നല്ല സപ്പോർട്ടാ. സാധനങ്ങളെല്ലാം വിറ്റുപോകും. ഇപ്പൊ തന്നെ സാധനം തികയാത്തൊരവസ്ഥയാണ്. വീടിന്റെ അകപ്പെട്ട് പോയ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവര് പ്രകാശപൂരിതമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ഇത് വിൽപ്പന നടത്തുന്ന സ്ഥലത്ത്. ഇവര് വിളവെടുത്ത സംഭവങ്ങളാണ് ഈ കാണുന്നത്. അവിടെ വിൽപ്പന നടത്താനായി ഇരിക്കുന്ന ആള് ആശചേച്ചിയാണ്. നമുക്ക് ആശചേച്ചിയോട് സംസാരിക്കാം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കരുതൽ കൃഷിക്കൂട്ടത്തിൽ വന്ന ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുകയും മറ്റുള്ളവർ കൂടുതൽ സഹോദരങ്ങൾ എനിക്ക് കൂട്ടായി കിട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നതിനപ്പുറത്തേക്ക് അവര് എത്തിയ ജീവിതത്തിന്റെ മറ്റൊരു സാഹചര്യമുണ്ട്. അതായത് ഇരുളടഞ്ഞ ജീവിതങ്ങളിൽ നിന്നും വെളിച്ചത്തിന്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ചേച്ചിയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് അല്ലേ? ഞാനാണ് ഇതെല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന. ഞാൻ ഇതിന്റെ സെക്രട്ടറിയാണ്. കച്ചവടത്തിലൊക്കെ പ്രധാനമായി നിൽക്കുന്ന ചേച്ചിയാണ്. അതെ, ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ആശയെ കൊണ്ട് ഇപ്പൊ കൈക്കും കാലിനും ഒക്കെ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ അവരുടെ എല്ലാം കൈയും കാലുമായിട്ട് ഞാൻ തന്നെയാണ് വിപണനം ഒക്കെ കൂടുതലും ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ഇവരൊക്കെ വരുന്ന ആ സമയത്ത് അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രായമുള്ള മറ്റൊരാൾ കൂടെ ഉണ്ട് ഇവിടെ. മകന് വേണ്ടിയാണ് 15 വർഷമായിട്ട് അവൻ കിടപ്പ് രോഗിയാണ്. അപ്പൊ ഇവര് ഈ കുടുംബശ്രീയിൽ അവനൊരു അംഗമായിട്ട് ചേർത്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ കരുതൽ കൃഷിക്കൂട്ടം വന്നപ്പോൾ അതിനകത്ത് അങ്ങനെ വയ്യാതെ കിടക്കുന്ന ആളുകളുടെ കൂടെയുള്ള രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞപ്പോ അതിൽ നിന്നൊരു വരുമാനം ഓണത്തിനായപ്പോ 2000 രൂപയും ഓണക്കോടിയൊക്കെ തന്നു. ഒരുപാട് പോസിറ്റീവായ മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവര് ഈ ഒരു പരിമിതികളെയൊക്കെ മറികടന്ന വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ഒപ്പം തന്നെ വലിയൊരു സൗഹൃദ കൂട്ടായ്മയിലേക്ക് അവർ എത്തി എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് വീടുകൾ കഴിഞ്ഞിരുന്ന പലർക്കും നല്ല സൗഹൃദങ്ങളുണ്ടായി, നല്ല കൂട്ടുണ്ടായി, ഒപ്പം തന്നെ വരുമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി അവർ എത്തി എന്നുള്ളതാണ്. അതിന്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം വിളവെടുത്തത് അവരുടെ വലിയ അധ്വാനത്തിന്റെ ഒപ്പം തന്നെ ഒരു ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളെ മറികടന്നാണ് ഈ മനുഷ്യർ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നാണ്. ചിരിക്കുന്ന ഈ മുഖങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ, ഈ പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല അയ്യപ്പഞ്ചേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ,
ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. രാവിലെ തന്നെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ് ചേർത്തലയിൽ നിന്നും ശരണ്യ, സ്നേഹജനം, പ്രശാന്തും എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ന്യൂസ് 18 കേരളം.